ഏഷ്യയിൽ ഏറെ ടൂറിസ്റ്റുകൾ വന്നുപോകുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് തായ്ലാൻഡ്. ഇത്തവണത്തെ എൻ്റെ യാത്ര തായ്ലാൻഡിലേക്കാണ്. 20-24 നവംബർ മാസം വരെ അവിടേക്ക് പോകാൻ വിസ ആവശ്യമില്ല. അതുകൊണ്ട് ജൂലൈ 23 തായ്ലാൻഡിൻ്റെ സ്വന്തം വിമാനമായ എയർ ഏഷ്യയുടെ ടിക്കറ്റുമെടുത്ത് ഒരു പാക്കേജിനോടൊപ്പം പുറപ്പെട്ടു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം പുലർച്ചെ 3 മണിക്ക് ബാങ്കോക്കിലെ ഡോൺ മിയാങ് എയർപോർട്ടിലെത്തി. പട്ടായിലാണ് ഞങ്ങളുടെ സ്റ്റേ. അതിനായി ബാങ്കോക്ക് നഗരത്തിലൂടെ പോവുകയാണ്. അങ്ങനെ പട്ടായ എത്തി. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. പേര് ഗോൾഡൻ സീ. ത്രീ സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ ഒരു ഹോട്ടലാണ് ഗോൾഡൻ സീ. ലളിതമെങ്കിലും വിശാലവും സുന്ദരവുമായ റിസപ്ഷൻ കടന്ന് ഞാൻ എൻ്റെ മുറിയിലേക്കെത്തി. മുകളിലും താഴെയുമായി 2 സ്വിമ്മിംഗ് പൂളുകളുണ്ട് ഈ ഹോട്ടലിൽ. പൂളിനോട് ചേർന്ന് ഒരു ജിംനേഷ്യവും സെറ്റ് ചെയ്തിരിക്കുന്നു. യാത്രാക്ഷീണത്തോടെ റൂമിലെത്തിയ ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി. അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ബസ് ഹോട്ടലിന് മുമ്പിലെത്തി. വണ്ടി നേരെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് മുമ്പിൽ നിർത്തി.
ഇവിടെയാണ് ഞങ്ങളുടെ ലഞ്ച് ക്രമീകരിച്ചിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ അകത്താണ് റെസ്റ്റോറന്റ് ഉള്ളത്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിച്ചു. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിച്ചു. പലവിധ കാഴ്ചകൾ കണ്ട് ഭക്ഷണശാലയുടെ മുമ്പിലെത്തി. നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ് ഇന്നത്തെ ഉച്ചഭക്ഷണത്തിലുള്ളത്. വലിയ രുചിയൊന്നും അനുഭവപ്പെട്ടില്ല. അതിനാൽ വിശപ്പ് മാറാൻ വേണ്ടി മാത്രം അല്പം കഴിച്ചു. ഭക്ഷണശേഷം പുറത്തിറങ്ങിയപ്പോൾ ഒരിടത്ത് ഒരു ഗായിക ആവേശത്തോടെ പാട്ട് പാടുകയാണ്. അല്പസമയം അത് കണ്ടുനിന്നു. അടുത്തത് ബോട്ടിംഗ് ആണ്. അതിനായി ബോട്ടിംഗ് ഏരിയയിൽ ചെന്നു. അവിടെ എൻ്റെ കൂടെ യാത്രയിൽ വന്ന പലരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. തടാകത്തിലൂടെ ഏതോ ചിലർ ബോട്ടിൽ പോകുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങളും ഒരു ബോട്ടിൽ കയറി. പേര് ബോട്ട് എന്നാണെങ്കിലും ഇതൊരു ചെറിയ തോണിയാണ്. ആ തോണിയിൽ ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് ചുറ്റി സഞ്ചരിച്ചു. വെള്ളത്തിൽ കുഴിച്ചിട്ട കോൺക്രീറ്റ് തൂണുകളിലാണ് അവിടുത്തെ കടകൾ സ്ഥിതി ചെയ്യുന്നത്. ബോട്ട് യാത്ര പൂർത്തിയാക്കിയ ശേഷം മാർക്കറ്റിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് കാഴ്ചകൾ കണ്ട് തിരിച്ചു നടക്കാൻ തുടങ്ങി. പോകാനും വരാനുമുള്ള വഴികൾ ചുവപ്പ്, പച്ച നിറങ്ങളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും പല വൈവിധ്യങ്ങളിലുള്ള ഭക്ഷണങ്ങളാണ്. പിന്നെ വസ്ത്രങ്ങൾ, ബാഗ്, ചെരുപ്പ്, കളിപ്പാട്ടങ്ങൾ, ആഭരണങ്ങൾ, അങ്ങനെ ഇങ്ങനെ വൈവിധ്യങ്ങളുടെ വ്യത്യസ്ത ശേഖരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും വിവിധ തരം പ്രാണികൾ, പുഴുക്കൾ, മുതല തുടങ്ങിയ ജീവികളെ ഫ്രൈ ചെയ്ത് വിൽക്കുന്നതും കണ്ടു. ചക്ക, മാങ്ങ, പൈനാപ്പിൾ, ഇളനീർ പോലുള്ളവ കഷ്ണം വെട്ടിയും അല്ലാതെയും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ഇവ കൊണ്ടുണ്ടാക്കിയ പലതരം ജ്യൂസുകളും ഞാനവിടെ കണ്ടു. ഒരിടത്ത് മരക്കഷ്ണങ്ങൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ചതുരക്കൂട്ടിൽ ഏതാനും ആടുകൾ നിൽക്കുന്നതും കണ്ടു. അവ വിൽപ്പനക്കുള്ളതാണത്രേ. ഇടയ്ക്ക് വെള്ളത്തിൽ തോണിയിൽ സജ്ജീകരിച്ച സഞ്ചരിക്കുന്ന കടകളും കാണുന്നുണ്ട്. അവയിൽ ചെറിയ രീതിയിൽ പാചകവും നടക്കുന്നുണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് അകത്ത് ഒരിടത്ത് കെട്ടിയുണ്ടാക്കിയ പന്തലിൽ ഒരു ബുദ്ധ പ്രതിമ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. मुस्कुराए छोटी मोटी बातों पे मुंह फुलाए
ये नज़ाकत मेरी आप तक पास मुझे लाए नादानियाँ नादानियाँ खींचे അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു വശത്ത് ഒരു ഹാളിൽ വിവിധ പെയിന്റിങ്ങുകളുണ്ട്. ആവശ്യക്കാർക്ക് സ്വന്തം ചിത്രങ്ങൾ ഇരുത്തി വരച്ചു കൊടുക്കുന്നുണ്ടൊരാൾ. ദാ ഇതൊരു ട്രാൻസ്ജെൻഡറാണ്. ഇവരുടെ കൂടെ ഫോട്ടോ എടുത്താൽ ജീവിതത്തിൽ ഐശ്വര്യം വരുമെന്ന് ഇവിടുത്തുകാർക്ക് വിശ്വാസമുണ്ടത്രേ. ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? മുന്നിൽ കൂട്ടിവെച്ച ലിക്വിഡ് പരുവത്തിലുള്ള സാധനം കയ്യിലിരിക്കുന്ന അച്ചിലേക്ക് കുത്തി നിറയ്ക്കുകയാണ്. ഹാൻഡ് മെയ്ഡ് സോപ്പ് നിർമ്മാണമാണത്. एक बात कहूँ क्या इजाजत है तेरे इश्क की मुझको आदत है एक बात कहूँ क्या इजाजत है तेरे इश्क की मुझको आदत है आदत है കാഴ്ചകൾ കണ്ട് പുറത്തു വന്നപ്പോൾ അവിടെ കുറെ കുട്ടികളെ കണ്ടു. തായ്ലാൻഡിലെ ഏതോ സ്കൂളിൽ നിന്ന് ടൂർ വന്നതാണവർ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ പോയത് പട്ടായ നഗരത്തിലെ ചോൺബുരി എന്ന സ്ഥലത്ത് ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബുദ്ധക്ഷേത്രത്തിലേക്കാണ്. വാട്ട് പ്രായേഹ് എന്നാണ് ക്ഷേത്രത്തിന്റെ പേര്. जाने कब मेरी नींद उड़ी सोई सोई रातों में जाने कब मेरा हाथ गया सोनिया तेरे हाथों में चल बढ़ते तेरी और मैं जब भी कदम उठाती हूँ जाऊँ तुझसे दूर दूर तो पास तेरे आ जाती हूँ मैंने देखा तुझे भुला के हर एक तरह കുന്നു കയറി ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ബുദ്ധൻ്റെതടക്കം അവിടെ പല പ്രതിഷ്ഠകളുമുണ്ട്. ആളുകൾ പലരും അവയുടെ മുമ്പിൽ പല വിധത്തിലും ആരാധനാകർമ്മങ്ങളും ചെയ്യുന്നത് കണ്ടു. ആ കാണുന്ന കെട്ടിടത്തിൽ ബുദ്ധന്റെ ഒരു കരിങ്കൽ പ്രതിമ കിടത്തി വെച്ച നിലയിൽ കാണാം. അവയിൽ ചെറിയ ചെറിയ കുഴികളുണ്ട്. ആളുകൾ അതിലേക്ക് നാണയത്തൊട്ടുകൾ എടുത്തെറിയുന്നുണ്ട്. നാണയം കൃത്യമായി കുഴിയിൽ വീണാൽ ജീവിതത്തിൽ സമൃദ്ധിയുണ്ടാകുമത്രേ. ക്ഷേത്രത്തിന്റെ പിൻവശത്തുള്ള മതിലിനടുത്ത് പോയാൽ പട്ടായ നഗരത്തിന്റെ മനോഹരമായ ഒരു ആകാശ ദൃശ്യം കാണാം. ധാരാളം പേർ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്കും എന്റെ വീഡിയോ ഒന്നെടുത്താൽ കൊള്ളാമെന്ന് തോന്നി. കാഴ്ചകൾ കണ്ടു ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി. അടുത്ത സന്ദർശന സ്ഥലം ലക്ഷ്യമാക്കി ബസ്സിൽ കയറി.
അൽ കാസർ ഷോ ലക്ഷ്യമാക്കിയാണ് ഇനി ഞങ്ങളുടെ യാത്ര. തായ്ലൻഡിലെ പട്ടായ നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ലേഡി ബോയ് ഷോകളിലൊന്നാണ് അൽ കാസർ ഷോ. ചില മുൻനിര സാങ്കേതിക വിദ്യകളുടെയും സറൗണ്ട് സൗണ്ട് സിസ്റ്റങ്ങളുടെയും സഹായത്തോടെ തായ്ലൻഡിനെ മാത്രമല്ല മറ്റ് ഏഷ്യൻ സംസ്കാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ചില മികച്ച പ്രകടനങ്ങൾ ഇവിടെയുണ്ട്. ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്ന ഷോ കഴിഞ്ഞ് ഡിന്നർ കഴിച്ച് പട്ടായയുടെ രാത്രിക്കാഴ്ചകൾ കണ്ട് റൂമിലേക്ക് മടങ്ങി.